സ്ത്രീകൾക്ക് മാസമുറ വരുന്ന സമയത്ത് പണ്ട് കാലഘട്ടത്തിൽ തുണികൾ ഉപയോഗിച്ചു. അതൊക്കെ മാറിയതിന് ശേഷം പാഡിലേക്ക് പോയി. ഇപ്പോൾ ദാ നിൽക്കുന്നത് നമ്മൾ മെൻസ്ട്രുവൽ കപ്പിലേക്കാണ്. അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, അതായത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എന്താണ് ഉണ്ടായത് എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞുതരാം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ള രീതിയും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ അമർത്തുകയാണെങ്കിൽ മുടങ്ങാതെ തന്നെ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്ത്രീകൾക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ച് വളരെയധികം ഒരു പേടിയോട് കണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ എനിക്കുണ്ടായ വ്യത്യാസങ്ങൾ എന്നൊക്കെയുള്ളത് ഞാൻ പുറകെ പറഞ്ഞുതരാം. ഞാൻ ഒരു നല്ല രീതിയിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം 3 ദിവസത്തോളം എനിക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാകും. ആ സമയത്ത് ഞാൻ ഒരു ദിവസം തന്നെ എനിക്കൊരു 6 പാഡോളം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു എനിക്കൊരു 7 ഡേയ്സിൽ തന്നെ എനിക്ക് 2 പാക്കോളം ചിലവാകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംഭവം ഒന്ന് ഉപയോഗിക്കാം എന്ന് കരുതിയാണ് മെൻസ്ട്രുവൽ കപ്പ് ഞാൻ യൂസ് ചെയ്തത്. ആദ്യത്തെ ദിവസം ഞാൻ ഈ സംഭവം വെക്കാൻ വേണ്ടി, അതായത് നമ്മുടെ വെജൈനിങ് ഏരിയയിൽ വെക്കാൻ വേണ്ടി ഈ പിക്ചറിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് ആദ്യമേ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചായിരുന്നു. നല്ലോണം തിളപ്പിച്ച് പിന്നെ തണുത്ത വെള്ളത്തിലിട്ട്, അതായത് മീഡിയം ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതായത് അന്നേരത്തേക്ക് ഇതങ്ങ് സോഫ്റ്റ് ആവും. ഇത് വളയ്ക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വളച്ച് കാണിക്കുക, പിക്ചറിൽ കാണിക്കുക, അതേ രീതിയിലായിട്ട് എനിക്ക് കിട്ടി. ഞാൻ സമയത്ത് എന്തായാലും ഇത് ഒരു സേഫ്റ്റി ആവും എന്ന് കരുതിയാണ് ഞാനത് വെക്കാം എന്ന് കരുതിയത്. ഞാനത് വെച്ചു. എനിക്ക് നല്ല രീതിയിൽ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ എന്താ വെച്ചു, ചേഞ്ച് ചെയ്യാം. അതായത് നമുക്ക് ആ ബ്ലീഡിങ് എടുത്ത് കളയാം. ആ ബ്ലഡ് അത് സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന ആ ഒരു വേസ്റ്റേജ് എടുത്ത് കളയാം എന്ന് കരുതി ഞാൻ വേസ്റ്റേജ് എടുത്ത് കളയാൻ നേരത്ത് എനിക്ക് അതിൽ നിന്ന്, അതായത് വെജൈനിങ് ഏരിയയിൽ നിന്ന് ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. വെജൈനിങ് ഏരിയ നമുക്ക് നല്ലോണം ഓപ്പൺ ആയിട്ട് കിട്ടുമ്പോൾ അത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ എന്തോ അത് എടുത്ത് റിമൂവ് ചെയ്ത് ഞാനിത് വെച്ചു കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്തോ ഒന്ന് ഇരിക്കുന്നത് പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് അൺകംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ വെച്ചാൽ ആദ്യത്തെ വട്ടമായിരിക്കും. ഞാൻ വെച്ചു പീരീഡിൻ്റെ ഒക്കെ ആയിരിക്കും. ആദ്യത്തെ ദിവസം നമുക്ക് സാധാരണ സ്ത്രീകൾക്ക് പീരീഡ് ടൈം ആകുമ്പോൾ വളരെയധികം പെയിനും ഒക്കെ ഉള്ളതല്ലേ. അങ്ങനെയാണ് കണക്കാക്കിക്കൊണ്ട് ഞാനിരുന്നു. അങ്ങനെ 3 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും അത് വെച്ച് കഴിഞ്ഞിട്ടും എനിക്കത് ഒരു വല്ലാത്തൊരു നമ്മുടെ ശരീരത്തെ എന്തോ ഇരിക്കുന്നത് പോലൊരു അൺകംഫർട്ടബിളായിട്ട് എനിക്കതിനെ ഫീൽ ചെയ്യുകയാണ്. പിന്നെയും ഒരു വല്ലാത്തൊരു ഇതായിട്ട് തോന്നുമ്പോൾ ഞാൻ വെച്ച് എന്തായാലും ഇതങ്ങ് മാറ്റാമെന്ന് കരുതി ഞാൻ മാറ്റി. അതായത് ഞാൻ ആകെ കൂടി വെച്ചത് 6 അവർ പോലും കംപ്ലീറ്റ് ചെയ്തില്ല. 3 മണിക്കൂർ നേരത്തെ വെച്ചപ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്തായപ്പോഴത്തേക്ക് ഞാനത് മാറ്റിയിട്ട് പിന്നെ, അതായത് പീരീഡ് സ്റ്റാർട്ടിങ് ഡേയിൽ 4 അവറെ ഞാൻ വെച്ചിട്ടുള്ളൂ മാക്സിമം. പിന്നെ ബാക്കി ഞാൻ പാഡാണ് വെച്ചിരുന്നത്. കാരണം എനിക്കൊരു പാഡ് വെക്കുമ്പോൾ നമുക്ക് ആയിട്ട് നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഈ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പോകുന്ന സമയത്തൊക്കെ എനിക്ക് താഴോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടൊക്കെയാണ് ഞാനത് റിമൂവ് ചെയ്തത് തന്നെ. പിന്നെ അങ്ങനെ ഫസ്റ്റ് ഡേ എൻ്റെ കഴിഞ്ഞു പീരീഡ് ടൈമിൻ്റെ. സെക്കൻഡ് ഡേയിൽ ഞാൻ വരെ പോകേണ്ടതായിട്ട് വന്നു. അതായത് പോകേണ്ടതെന്ന് വെച്ചാൽ 4 അവർ വണ്ടിയിൽ ഇരിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 അവർ വണ്ടി ഇരുന്നിട്ടാണ് എനിക്ക് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ടത്. അവർ തുടങ്ങി ഒരു മണിക്കൂർ പോലും എത്തുന്നതിന് മുമ്പേ എനിക്ക് എന്തോ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീലിംഗ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അൺകംഫർട്ടബിളായിട്ടൊരു ഫീൽ ചെയ്തു. അങ്ങനെ ഞാനത് 3 മണിക്കൂർ കൂടുതൽ പോലും ഞാൻ വെച്ചില്ല. അതായിട്ടും വെച്ചിട്ട് പിന്നെ ആകെ കൂടി ഞാൻ ഒരു ദിവസം പിറ്റേ ഡേയ്സിലും ഞാൻ 2 മണിക്കൂർ കൂടുതൽ ഞാൻ വെച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ ഇതെന്തോ റിമൂവ് ചെയ്ത്. അതിൽ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് യൂസ് ചെയ്യരുത്. കാരണം നിങ്ങൾ ട്രാവൽ യൂസായിട്ട് എനിക്ക് മെൻസ്ട്രുവൽ കപ്പ് പറയാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. 3-ാമത്തെ ദിവസം ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഉപയോഗിക്കാം എന്ന് കരുതി ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ്. ഞാൻ കുറച്ച് വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം നമ്മൾക്ക് യോഗ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചമ്മണം അങ്ങനെ ഇരിക്കുന്ന തരത്തിലോ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു
ഒരു പ്രത്യേക ഒരു എന്തോ ഇരിക്കുന്നത് രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ വെജൈനിങ് ഏരിയയുടെ ഭാഗത്തെ ആ ഒരു മെൻസ്ട്രുവൽ കപ്പ് തടയുന്നതായിട്ടൊരു ഫീലിംഗ് വരുന്നുണ്ട്. അതായത് നമുക്ക് ബൈക്ക് സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊന്നൊരു ടോയ്ലറ്റ് യൂസിന് പോകണം എന്ന് തോന്നിയാലും ഈ സംഭവം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഈ സംഭവം ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാടാണ്. കാരണം നമ്മുടെ പ്രഷർ താഴോട്ട് പോകുന്നത് മൂലം താഴേക്ക് ഈ കപ്പ് ഇറങ്ങി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോഴാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പാൻറ്റീസിലാണെങ്കിൽ നമുക്ക് താഴോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകുന്നതേ ഉള്ളൂ. അനുഭവത്തിലാണെങ്കിൽ അതെനിക്ക് ഡിസ്കംഫർട്ടബിളായിട്ടാണ് മെൻസ്ട്രുവൽ കപ്പിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് പറയാൻ മടിക്കുന്നതുണ്ട്. കാരണം പല കാര്യങ്ങൾ ഇതിൽ നിന്നൂടെ പലർക്കും അനുഭവം വന്നിട്ടുണ്ട്. ആരും സമൂഹത്തിന് മുന്നിലോട്ട് അത് പറയത്തില്ല. ഇതാണ് ഞാൻ ചെയ്തത്. പിന്നെ ബാക്കി ഡേയ്സിലെല്ലാം ഞാൻ സാധാരണ പണ്ട് ചെയ്തിരുന്ന രീതിയിൽ തന്നെ നമ്മളെപ്പോഴും തന്നെ ഞാൻ മേടിച്ച് യൂസ് ചെയ്തിരുന്നത്. അത് നമ്മുടെ സ്റ്റേ ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഞാൻ തിരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റേ ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, പല പല കമ്പനികൾ ചേഞ്ച് ചെയ്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് തന്നെ തിരിച്ച് ഞാൻ യൂസ് ചെയ്തു. പിന്നെ അമ്മമാർ നിർബന്ധിച്ച് മക്കൾക്ക് മേടിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. കാരണം നിങ്ങൾ വിചാരിക്കും പാഡിൻ്റെ പൈസ സേവ് ചെയ്യുന്നതിന് നമുക്കൊരു മെൻസ്ട്രുവൽ കപ്പ് മേടിച്ച് കഴിഞ്ഞാൽ 6 മാസം 7 മാസം വരെ ഉപയോഗിക്കാം എന്നെല്ലാവരും കരുതിക്കൊണ്ട് ഇപ്പോൾ ഒരു 15-16 വയസ്സ് പീരിയഡ് ടൈം എന്ന് കുട്ടികൾക്ക് പ്രായപൂർത്തി ടൈം എന്ന് പറയുന്നത് 12 വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്തൊന്നും ഈ ഒരു സംഭവം നിങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി മക്കൾക്ക് മേടിച്ച് കൊടുക്കരുത്. തീർച്ചയായിട്ടും വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് ഇത് വളരെ ഒരു ഇതായിരിക്കും. കാരണം അത് വളരെയധികം ദോഷം തന്നെ അവർക്ക് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങൾ പാഡ് മേടിച്ചു കൊടുത്തോ ഈ സംഭവം മേടിച്ചു കൊടുക്കരുത്. വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ കഴിവതും ഈ ഒരു സംഭവം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം വേദനകൾ, നമ്മുടെ തൊടവേദനകളൊക്കെ വരാനുള്ള റീസണാണ്. അത് ഒരു കാരണവശാലും വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ഇപ്പം ലോങ് ജേണിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ മെൻസ്ട്രുവൽ കപ്പ് മാറേണ്ട ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊക്കമില്ലാത്തടത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് മാറ്റുന്നതിനൊക്കെ ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് വരും. പാഡാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും മാറ്റി റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ വേറെ പാഡ് യൂസ് ചെയ്തുകൊണ്ട് ട്രാവൽ മുന്നോട്ട് പോകാം. പക്ഷെ അതൊക്കെ ഒപ്പീനിയൻ അനുസരിച്ചാണെങ്കിൽ എനിക്ക് മെൻസ്ട്രുവൽ കപ്പ് ബാഡായിട്ടാണ് തോന്നിയത്. എപ്പോഴും എനിക്ക് എൻ്റെ ഫീൽ ചെയ്യുന്നത് പാഡ് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് പാഡിനോടെയാണ് എനിക്ക് ഇഷ്ടം. ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് സേഫ്റ്റിയും നമുക്ക് പീരിയഡ് ടൈമിനുണ്ടാകുന്ന ആ പെയിനെക്കാട്ടിലും ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ശരീരത്തുണ്ടാക്കാതിരിക്കുന്നതിനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പാഡ് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് പാഡിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു വട്ടം ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിലോട്ട് പാഡിലോട്ട് തന്നെ പോകത്തുള്ളൂ. പ്രത്യേകിച്ച് വീഡിയോ കണ്ടിട്ട് ആൺകുട്ടികൾ വന്നിട്ട് ബാഡ് കമൻ്റ് ഒന്നും തീർച്ചയായിട്ടും എഴുതരുത്. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്ക്, നിങ്ങളുടെ സഹോദരികൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളിത് കാണുവാണെങ്കിൽ നിങ്ങളുടെ സഹോദരിമാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അല്ലാതെ ബാഡ് കമൻ്റ് ഒന്നും തീർച്ചയായിട്ടും എനിക്ക് എഴുതരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും, അതായത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് തീർച്ചയായും ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളിത് ഉപയോഗിച്ചിട്ട് മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായെന്നുള്ളതുകൂടെ നിങ്ങൾ പറയുവാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. നിങ്ങൾക്കത് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.